ഹലോ അതെ മാറ്റി ഞാൻ സൈഡിലോട്ട് മാറ്റി
സ്നേഹനിറഞ്ഞവരെ, വളരെ ആകസ്മികമായി പകരുന്ന ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഷാജിച്ചേട്ടന് പ്രാർത്ഥനാപൂർവകമായ യാത്രയെ നൽകുന്നതിന് വേണ്ടി നാം ഈ വീട്ടുമുറ്റത്ത് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ട ഷാജിച്ചേട്ടന്റെ ആത്മാവിനെ ദൈവ കാരുണ്യത്തിന് മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈ കുടുംബനാഥന്റെ ജീവിതത്തെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ഈ ആത്മാവിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. യജമാന്മാരുടെയും വിശുദ്ധരുടെയും സ്വർഗീയ വസതിയിലേക്ക് ദൈവമേ കരുണയാൽ ഈ ആത്മാവിന്റെ പാപകടങ്ങൾക്ക് മോചനം നൽകി സ്വീകരിക്കുമാറാകണമേ എന്ന് ദൈവ തിരുവൻപിലായിരുന്നോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മതസംസ്കാര തിരുകർമ്മങ്ങളില് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവിനെ ദൈവം കാരുണ്യത്തോടുകൂടി സ്വീകരിക്കുന്നതിനായി നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പണം ചെയ്തുകൊണ്ട് നമുക്ക് ഈ മതസംസ്കാര തിരുകർമ്മങ്ങളിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനേരിനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയമായ ത്രിത്വത്തിന് അനുകൂലമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനു നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവരറിയുന്നില്ല.
ജീവിതങ്ങളാകുന്നു മരിച്ചവരെ ഓർമ്മിക്കുന്നവരെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപയാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തെ ആശ്രയമഖിലമടയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജരു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. ശാന്തി കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരുത്തു വലമ്പാലേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടന്നുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. പരിശുദ്ധ സുവിശേഷം എന്ന വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ
കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുദാനത്തിൽ ഭക്തിയോട് കൂടെ വന്നാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും ജീവിച്ച പ്രിയപ്പെട്ട ഷാജിച്ചേട്ടന്റെ ഭൗതികാദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവസാനമായി നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്ത് ജീവിച്ച ഈ ആത്മാവിനെ ത്രിത്വൈക ദൈവത്തിന്റെ കരങ്ങളിലേക്കും ദൈവകാരുണ്യത്തിന് മുൻപിലേക്കും വിശ്വാസത്തോടുകൂടി സമർപ്പണം ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും കൃതജ്ഞതയോടെ ഈ പരിസരവാസികളെയും ഈ ദേശവാസികളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരു നിമിഷം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആര്യപ്പറമ്പ് ഇടവക സമൂഹത്തിന്റെ നാമത്തിലും ഒപ്പം കൊടികണ്ടത്തിൽ കുടുംബത്തിന്റെ നാമത്തിലും വളരെ പ്രത്യേകമായി പ്രിയപ്പെട്ട ഷാജിച്ചേട്ടന്റെ അയൽവാസികളും സ്നേഹിതരുമായ ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ക്രൈസ്തവ അക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. ഇന്നലെ കാലത്ത് പ്രിയപ്പെട്ട ഷാജിച്ചേട്ടനെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞ സമയം മുതൽ ഈ വീട്ടിൽ ആയിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടവകാംഗങ്ങൾ ചെയ്യുന്ന അതേ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി ചെയ്ത് പൂർത്തീകരിച്ച് നൽകിയത് ഈ ദേശവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സഹോദരങ്ങളാണ്. കൊടികണ്ടത്തിൽ കുടുംബത്തിന് വേണ്ടിയും ആര്യപ്പറമ്പ് ഇടവക സമൂഹത്തിന് വേണ്ടിയും ഞാൻ വളരെ പ്രത്യേകമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സാക്ഷിയാക്കി നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുകയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജഗദീശ്വര കൃപ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വന്തം വീട്ടിൽ ഒരു മരണം നടന്നാൽ എപ്രകാരമാണ് ഓരോരുത്തരും അതിന് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, അതേ ഹൃദയസ്പർശിയായ മനോഭാവത്തോടുകൂടി ഈ അയൽവക്കംകാര് ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നു, രാത്രിയില് വന്നു, ഈ സമയങ്ങളിൽ അത്രയും ഈ ദേശവാസികളായ പ്രിയപ്പെട്ട അയൽക്കാരും മിത്രങ്ങളും ഈ പ്രിയപ്പെട്ട മരണം നടന്ന ഈ വീട്ടില് ക്രമീകരണമാകേണ്ട കാര്യങ്ങളും ഈ മൃതസംസ്കാരത്തിന്റെ കാര്യങ്ങളും ക്രമീകരിക്കാൻ കൂടെയുണ്ടായിരുന്നു എന്നത് ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. സെമിത്തേരിയിൽ രാവിലെ എത്തണം, കല്ലറ തുറക്കണം, പാകെത്തണം, അവിടുത്തെ ക്രമീകരണങ്ങൾ പോലും ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഹൃദയസ്പർശിയായി കാണിച്ച സ്നേഹത്തിന്, നല്ല സാഹോദര്യത്തിന് ഹൃദയപൂർവ്വം ആര്യപ്പറമ്പ് ഇടവക സമൂഹത്തിന്റെ നാമത്തിലുള്ള നന്ദി ഏറെ സ്നേഹത്തോടുകൂടി പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ അടുത്ത് വരുന്ന ഗീതത്തിന്റെ സമയത്ത് അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം പഠനത്തിൽ കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീളുന്നു, തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ.
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സത്താൻ നിറയും പകയോടെ സതതമരട്ടും മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കിയും എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായത്തിനായി കർത്താവാൻ ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം കാരുണ്യപൂർവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഈ മരിച്ചടക്കിൽ സംബന്ധിക്കുന്നത് ഏറ്റവും മുൻപിലായിട്ട് പ്രിയപ്പെട്ട സാന്നിധ്യത്തിന്റെ ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള എന്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിടവങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുഴയുമിടത്തിൽ പോകുന്നു സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേ ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും കൂടുന്നു ഞാൻ സ്നേഹമിയലത്തു ഉന്നതമോസ്ലേം പ്രാപിപ്പണില അഴുകി നശിക്കും ലോകമിരങ്ങിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോ
കടമുറിയവനെ കൊടുത്തുവിൻ ദൂതർ വിളിക്കും കാഹളമാടും വിധിനാളുയരും മോഹനകാരം അതു കേട്ടുണരും മൃഗരെല്ലാരും ചിത്രത്തിനായി നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കുരിശുമരണം വഴിയായി മരണത്തെ കീഴടക്കുകയും മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം നേടി അവരെ സ്വർഗത്തിന് അവകാശികളാക്കുകയും ചെയ്ത മിശിഹാ നമ്മെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മരിച്ചവരായി സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ ദാസൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപകടങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാരൊക്കെയും വസിക്കുന്ന സ്വർഗീയ ഓരസ്ഥലത്തേക്ക് കരുണയോടെ അങ്ങ് ഈ ആത്മാവിനെ കൂടി സ്വീകരിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. യാത്രയയപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഈ മൃതസംസ്കാര തിരുക്കർമ്മങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അരിപ്പറമ്പ് ഇടവക സമൂഹത്തിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം പ്രിയപ്പെട്ട ബിജി ചേച്ചിക്കും നിമ്മിക്കും നോയലിനും കുഴികണ്ടത്തിൽ കണികുന്നേ കുടുംബാംഗങ്ങൾക്കും അനുശോചനം നേരുകയും നിങ്ങളെ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുകയും ഈ വേദനയെ കടന്ന് മുൻപോട്ട് പോകാനുള്ള ബലവും ശക്തിയും
ആത്മധൈര്യവും തമ്പുരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷാജിച്ചേട്ടൻ്റെ ആത്മാവിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഷാജിച്ചേട്ടൻ്റെ വേർപാട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വളരെ ആകസ്മികമായ ഒരു വേർപാടാണ്. ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ മനുഷ്യൻ നമ്മളെ വിട്ട് വേർപിരിഞ്ഞു പോകും, ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും എന്ന് നമ്മളാരും വിചാരിച്ചിരുന്നതല്ല. അപ്രകാരം വളരെ പെട്ടെന്ന് കടന്നു പോകാൻ തക്ക ഗുരുതരമായിട്ട് എന്ന് പറയാവുന്ന രോഗ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലതാണ്. ശാരീരികമായിട്ട് ഉള്ള എലമെന്റുകളുടെ ഏറ്റക്കുറച്ചിലുകൾ അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ഭാഗമായി ക്ഷീണിതനായിരുന്നു താനും. എങ്കിലും ഇത്ര വേഗം ഈ ലോകത്തിൽ നിന്ന് കടന്ന് പോകാൻ അദ്ദേഹത്തിന് ഇടവരും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതിനാൽ തന്നെ വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഈ വാർത്ത ശ്രമിച്ചത്. ഏതായിരുന്നാലും ദൈവഹിതം നിറവേറ്റപ്പെട്ടു എന്ന് നാം തിരിച്ചറിയുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് കൈയാളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നലെ രാവിലെ മുതൽ പ്രിയപ്പെട്ട ഷാജിച്ചേട്ടൻ്റെ വിയോഗത്തെ കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് നടന്ന അവസരത്തിലൊക്കെ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് ഈ മൃതസംസ്കാര വേളയിൽ ജീവിച്ചിരിക്കുന്നവരായ നാം എല്ലാവരും ചിന്തിക്കുന്നതിന് വേണ്ടി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭാഗ്യപ്പെട്ട ഒരു മരണമാണ് പ്രിയപ്പെട്ട ഷാജിച്ചേട്ടൻ്റേത് എന്ന് കർത്താവിൽ ഞാൻ ഇരുവികാരനെ സാക്ഷിയാക്കി വിശ്വസിക്കുന്നു. കാരണം ഒരു മനുഷ്യന് തൻ്റെ ഇഹലോക ജീവിതത്തിലെ യാത്ര പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ ദേഹിയെ ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവ് ദൈവത്തിലേക്ക് യാത്രയാകുന്ന വേളയിൽ ഏറ്റവും നല്ല മരണത്തിൻ്റെ ജീവിത സാഹചര്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് എല്ലാവരോടും അനുരഞ്ജനപ്പെട്ടായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ സഹോദരങ്ങളോടും ഈ ലോകത്തിലുള്ള എല്ലാവരോടും അനുരഞ്ജനപ്പെടുക എന്ന് പറയുന്ന ഒരു സാഹചര്യം. കാരണം നാം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, നാം എല്ലാവരും കുടുംബ ബന്ധങ്ങളിൽ ജീവിക്കുന്നവരാണ്, നാം എല്ലാവരും സാമൂഹിക ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഇതര മനുഷ്യരോട് ബന്ധപ്പെട്ടും കുടുംബ ബന്ധങ്ങളിലുമായിരിക്കുന്ന നാം ഓരോരുത്തരെയും സംബന്ധിച്ച് എല്ലാ മനുഷ്യരോടും രമ്യതപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ കഴിയുക എന്നതാണ് നമുക്കെല്ലാവർക്കും സാധിക്കേണ്ട കാര്യം. പ്രിയപ്പെട്ട ഷാജിച്ചേട്ടന് ദൈവം കരുണയാൽ അതിന് അവസരം ഒരുക്കുകയും അത് സാധ്യമാക്കുകയും ചെയ്തു. എല്ലാവരോടും എല്ലാറ്റിനോടും രമ്യതപ്പെട്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയത് എന്നത് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമുക്കും ആശ്വസിക്കാം, ഒപ്പം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാവരോടും ഈ ലോകത്തിലുള്ള എല്ലാവരുടെ രമ്യതയിൽ എത്തിയതിനു ശേഷം കടന്നു പോകാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ട ഷാജിച്ചേട്ടൻ കുറച്ച് 2-3 ആഴ്ചക്കാലം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നതിന് ശേഷം മടങ്ങി വന്നതിനടുത്ത ദിനങ്ങളിൽ പ്രിയപ്പെട്ട ഷാജിച്ചേട്ടനും ബിജുചേച്ചിയും കൂടി എന്നെ കാണാനായിട്ടുണ്ടെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. വന്ന് ഞങ്ങളേറെ നേരം സംസാരിച്ചിരുന്നു. ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ച കാര്യമില്ല. ഞാൻ കുറേ നാളുകളായി പള്ളിയിൽ കയറാറില്ലായിരുന്നു, ഞാൻ കുറേ നാളുകളായി കുർബാനയ്ക്കൊന്നും വരാറില്ലായിരുന്നു, കുറേ നാളുകളായി ഞാനങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ ദൈവവിശ്വാസം എന്നിലുണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ മറന്നിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പള്ളിയിൽ വരികയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉപസാരിക്കണം. ഞാൻ പ്രിയപ്പെട്ട ഷാജിച്ചേട്ടനെയും ബിജുചേച്ചിയെയും കൂട്ടി ഈ പള്ളിയിൽ വന്ന് കയറി. ഇവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥതയോടുകൂടി കുമ്പസാരിച്ചു. കുമ്പസാരത്തിന് ശേഷം ആ കുമ്പസാരത്തോടിന്റെ മുൻപിൽ മുട്ടുകുത്തി രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. പ്രിയമുള്ളവരെ, അനുരഞ്ജനപ്പെടുക എന്ന് പറയുന്നതിന് രണ്ടാം
ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഈ പള്ളിയിൽ വന്ന് നമ്മളുടെ പള്ളിയിൽ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി കുമ്പസാരിച്ച് പിന്നീട് ലോകത്തിന് നാളുകളായതുകൊണ്ട് വളരെ ശാന്തമായി ജീവിച്ചു പോയി. ഇങ്ങനെ എല്ലാ സഹോദരങ്ങളോടും രമ്യതപ്പെട്ട് ഈ ലോകത്തിൽ ആരോടൊക്കെ രമ്യതപ്പെടണമായിരുന്നോ അവരോടൊക്കെ അതിനോടൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചത്, ഈ മനുഷ്യന്റെ യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യപ്പെട്ട മരണമാണ്. പ്രിയപ്പെട്ട പരിചേച്ചി, നിമ്മി, നോയൽ കുടുംബാംഗങ്ങളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ശൂന്യത നിങ്ങൾക്ക് അത് പ്രയാസം തന്നെയാണ്, സങ്കടം തന്നെയാണ് പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ. എന്നാൽ നിങ്ങൾ ഈ വേദനയുടെ അപ്പുറത്ത് നിങ്ങൾ തമ്പുരാന് നന്ദി പറയുക. കാരണം ദൈവത്തോടും സഹോദരങ്ങളോടും പരിപൂർണമായി രമ്യതപ്പെട്ട് കടന്നു പോകുന്ന ഒരാത്മാവിനെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ദൈവത്തിന്റെ വാഗ്ദാനം നിലനിൽക്കുകയാൽ ഈ ആത്മാവിനെ തമ്പുരാൻ ദൈവരാജ്യത്തിന്റെ മഹിമയിലേക്ക് സ്വീകരിക്കും. നിങ്ങൾ അതിൽ ആശ്വസിക്കുക. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമുക്ക് ഇവരെ ഓർമ്മിക്കണം. നാം എല്ലാവരുടെയും സംസ്കാരം കഴിഞ്ഞ് നമ്മുടേതായ വീടുകളിലേക്ക്, നമ്മുടേതായ തിരക്കുകളിലേക്ക് മടങ്ങിപ്പോകും. ഇവരാണ് ആ വീട്ടിൽ തിരികെ എത്തുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ കൂട്ടിനുണ്ടാകും. പിന്നെ എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് മടങ്ങും. പിന്നെ ഈ മനുഷ്യനോടുകൂടി ജീവിച്ചിരുന്ന ആ വീട്ടിൽ ഇവർ മാത്രമാകും. അവിടെയാണ് ഈ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി എന്ന യാഥാർത്ഥ്യത്തിന്റെ ശൂന്യത ഇവരുടെ ജീവിതത്തെ ആവരണം ചെയ്യാൻ തുടങ്ങുന്നത്. അവിടെ തമ്പുരാൻ നിങ്ങൾക്ക് തുണയായി, കൂട്ടായി, കരുതലായി കൂടെയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തമ്പുരാൻ ഇവർക്ക് തുണയാണ്. ഷാജിച്ചേട്ടന്റെ സാന്നിധ്യമില്ലാതെ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഈ ലോകത്തിൽ ജീവിതം തുടരേണ്ടി വരും നാളുകളിൽ ഓരോ നല്ല മുഹൂർത്തങ്ങളിലും ഇവരുടെ ജീവിതത്തിന്റെ ശൂന്യതയായി ഈ മനുഷ്യന്റെ ദേഹവിയോഗം മാറ്റപ്പെടുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് തമ്പുരാനെ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ അതിജീവിക്കാൻ ഇവർക്ക് മനസ്സിന് ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരമുള്ള ഓരോ സാഹചര്യങ്ങളിലും പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാനും വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമുക്കിവരെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങൾക്ക് കരുത്ത് പകരട്ടെ. ദൈവം നിങ്ങൾക്ക് അതിനുള്ള ശക്തി നൽകട്ടെ. അതിനുള്ള മനോധൈര്യം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഷാജിച്ചേട്ടന്റെ വേർപാട് നിവേദനിക്കുന്ന ബിജിച്ചേച്ചിയോടും നിമ്മിയോടും നോയലിനോടും കുഴികണ്ടത്തിൽ കണിക്കുന്ന കുടുംബാംഗങ്ങളോടും ഞാൻ വളരെ പ്രത്യേകമായി ഏറെ പ്രാർത്ഥനാപൂർവ്വം അനുശോചനം പങ്കുവയ്ക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ട ഷാജിച്ചേട്ടന്റെ ആത്മശാന്തിക്കായി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മൃതസംസ്കാരത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കുഴികണ്ടത്തിൽ കണിക്കുന്ന കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഏറെ മനുഷ്യർ ഇന്നലെ രാവിലെ മുതൽ ഭവനത്തിൽ വന്ന് അന്തിമോപചാരം അർപ്പിച്ചും പ്രാർത്ഥിച്ചും കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർമ്മിക്കുന്നു. ഈ മൃതസംസ്കാരം ആ മരണം നടന്ന സമയം മുതൽ ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞുവല്ലോ, ആ അയൽക്കാരെല്ലാം എത്രയോ സുന്ദരമായിട്ടാണ് കൂടെയുണ്ടായിരുന്നത്. ഞാൻ വീണ്ടും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ മൃതസംസ്കാരത്തിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കാൻ ഇന്നലെ കാലത്ത് മുതൽ ഓടി നടന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഷാജിച്ചേട്ടനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരനെ തമ്പുരാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെ
ചെയ്യാതെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സർവ്വഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവൻ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പൂർവ്വങ്ങളെ സന്ദർശിക്കുകയും അവരുടെ പൂർവ്വങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്നവരെ ചിലരെ ഉയർപ്പിക്കരുമേ എന്നുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. അങ്ങയുടെ പൈതൃകമായ പെരുമാറ്റത്തെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെയും മുഖത്വണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ. ഇവിടെ ശാന്തിച്ചേട്ടൻ കുദാശകൾ സ്വീകരിച്ച ഈ പരിശുദ്ധ ദൈവാലയം ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്ന ഈ ദൈവാലയത്തോട് വിട പറയുന്ന ഹൃദയസ്പർശിയായ സമയമാണ്. കുദാശകൾ സ്വീകരിച്ച ഈ ദൈവാലയത്തോട് അത് പരികർമ്മം ചെയ്തു നൽകിയ വിശുദ്ധ പൗരോഹിത്യത്തോട് ഈ ബലിപീഠത്തോട് യാത്ര ചോദിക്കുന്ന സമയമാണ്. ഒപ്പം പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥനാപൂർവം ഈ സഹോദരനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും സ്നേഹപൂർവം യാത്രാമൊഴിയേക്കാം. ദൈവത്തിന്റെ പകരമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ നിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിൽ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശിവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ പൂർത്തി ജീവിതനിലയിൽ സ്വർഗം ദൂതർ കണക്കെ തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സർവ
ദൈവം തന്നെ ലോകക്കണക്കെ രാജിക്കുന്നു. കർത്താവിന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകും. അങ്ങയുടെ ദിവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം അങ്ങ് പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് അരുളിച്ചത് സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തനമേ. നല്ല വരുത്തു വലംഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമേറും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. അതുമുതൽ നീക്കുമാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
സൃഷ്ടിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കുടുംബാംഗങ്ങൾ ഏറ്റവും അവസാനമായിരിക്കും അന്തിമോപചാരം ആസ്വദിക്കുന്നത്. കുടുംബക്കാരെ അവസാനം വെച്ച് പ്രിയമുള്ളവരെ, മൃതസംസ്കാരത്തിൽ സംബന്ധിച്ചവർക്ക് പാരിഷ് ഹാളിന് മുൻഭാഗത്ത് കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവായി പങ്കുചേരണമെന്ന് അറിയിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് വന്നേ. ഇത് പുറകോട്ട് വരണം. ഒരു മിനിറ്റ്. കുടുംബാംഗങ്ങൾ പോലെ Good.
ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ചുംബിക്കാനുണ്ടോ? ആരും ഇല്ലല്ലോ അല്ലേ? കല്ല് പുറത്താണല്ലോ. അങ്ങോട്ട് പിടിച്ചാൽ മതി, ബെൽറ്റ് അങ്ങ് പിടിച്ചാൽ മതി. അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിടിച്ചാൽ മതി. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്.